പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളല്ല ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് LDF എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ളത്. ആവശ്യത്തിലധികം മഴയുണ്ടായിരുന്ന കാലത്ത് ജലവൈദ്യുത പദ്ധതികൾ വിജയകരമായിരുന്നു. എന്നാൽ ഇന്ന് പുഴകൾ വറ്റി ജലക്ഷാമം രൂക്ഷമാകുന്ന സ്ഥിതിയാണുള്ളതെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. പരിസ്ഥിതിക്ക് ദോഷം തട്ടാതെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻഗണന കൊടുത്തിട്ടുള്ളതും മുൻതൂക്കം കൊടുത്തിട്ടുള്ളതും. അതിനകത്ത് ഒരു മാറ്റം വരുത്തേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. വൈദ്യുതി ബോർഡിലെ എഞ്ചിനീയർമാരാണ് പദ്ധതിക്ക് പിന്നിൽ. വാഴച്ചാൽ വെള്ളച്ചാട്ടം കൊണ്ട് 10ഓളം കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നു. ഇതിനെ തകർത്ത് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന പദ്ധതിയെ CPIയും മറ്റ് ഇടതുപക്ഷ സംഘടനകളും എതിർക്കും. ജനവികാരം മാനിക്കാതെ പുതിയ ജലവൈദ്യുത പദ്ധതികളുമായി മുന്നോട്ട് പോകാനാവില്ലെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാർക്ക് ഈ പദ്ധതി വേണമെന്നുള്ള താല്പര്യമുണ്ട്. ബോർഡിലെ പൊതുവിലുള്ള ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പദ്ധതി വേണമെന്നുള്ള താല്പര്യമുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില താല്പര്യങ്ങളും നല്ലതും ചീത്തയായ താല്പര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടാവാം. പ്രകടന പത്രികയിലും ആതിരപ്പള്ളിയെപ്പറ്റി മിണ്ടാതിരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രസരണ വിഭാഗത്തിലെ നഷ്ടമൊഴിവാക്കിയാൽ ആതിരപ്പള്ളിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഇരട്ടി വൈദ്യുതി ലാഭിക്കാനാവുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.